ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ വിരുന്നിൻ്റെ ഉപമ ഈശോ നമ്മോട് പറയുകയും ഈ ഉപമയുടെ ആമുഖത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ഈശോയുടെ സംസാരം കേട്ട് ഈശോയോട് പറഞ്ഞ വാക്കുകളായത്. എന്ന് പറഞ്ഞാൽ, ഈശോ ഒരു വിരുന്നിൽ ആഹാരം കഴിക്കുന്നു. വിരുന്ന് ഒരുക്കിയ വ്യക്തിയോട് നിരവധിയായ ഉപദേശങ്ങൾ ഈശോ പറയുകയും, വിരുന്നിലിരിക്കുന്നവരോടും വിരുന്ന് ഒരുക്കിയവരോടും ഈശോ ചില സാരോപദേശങ്ങൾ നൽകിയപ്പോൾ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വാക്കുകളും അനുഭവിക്കുവാൻ ഇടവന്ന ഒരു വ്യക്തി തൻ്റെ തിരിച്ചറിവ് ഈശോയോട് പങ്കുവെക്കുകയാ, ദൈവരാജ്യത്തിൽ വിരുന്നനുഭവിക്കുന്നവന് യഥാർത്ഥത്തിൽ ഭാഗ്യവാനെന്ന്. ഈ ലോകത്തിൻ്റെതായ ആഹാരങ്ങൾ, ഈ ലോകത്തിൻ്റെതായ രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ, ഈ ലോകത്തിൻ്റെതായ നന്മകൾ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ ധാരാളം നന്മകളുണ്ട്, ഒക്കെ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ സൗഭാഗ്യമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ വിരുന്നനുഭവമാണ് എന്ന് ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സാമീപ്യം ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് നൽകുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ സാമീപ്യവും കടന്നു വരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന യഥാർത്ഥമായ അനുഭവത്തിൻ്റെ ഒരു തലമായത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ, നാം ആസ്വദിക്കുന്നതായ നന്മകളുടെയും സുഖങ്ങളുടെയും ഒക്കെ നടുവിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ഒരു അനുഭവമാണ് ഈശോയാകുന്ന ഈ വിരുന്ന്, ഈശോയാകുന്ന ഈ സുഖം, ഈശോയാകുന്ന ഈ ആനന്ദം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതുവരെയും എനിക്ക് സംലഭ്യമായിരുന്ന, എനിക്ക് ആസ്വദിക്കുവാൻ സാധിച്ചിരുന്ന ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളും വിരുന്നുകളും സന്തോഷങ്ങളുമൊക്കെ നിഷ്പ്രഭമായി പോകുന്ന, അതിൻ്റെയൊക്കെ സുഖവും ആസ്വാദനയുമൊക്കെ നിസ്സാരമായി തോന്നുന്ന ഒരു തലത്തിലേക്ക് ഈശോ നമ്മെ കൊണ്ടുവരികയും, അതാ ഈ മനുഷ്യൻ പറയുന്നത്, ദൈവരാജ്യത്തിലെ വിരുന്നനുഭവത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ വിരുന്നുകളൊക്കെ വെറും നിസ്സാരമാണ്. ദൈവരാജ്യത്തിലെ ആസ്വാദ്യതകളോടും സുഖങ്ങളോടും സന്തോഷങ്ങളോടും തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ വെറും നിസ്സാരമാണ് എന്ന് ആ മനുഷ്യന് തിരിച്ചറിവുണ്ടാകുകയും. പക്ഷെ സ്നേഹമുള്ള സഹോദരരെ, അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഈശോ പറയുകയാണ്, ഈ ലോകത്തിലെ ഒരുപാട് വ്യക്തികളും ഈ സത്യം ഇനിയും അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, ആസ്വദിക്കുന്നില്ല. ഈ ലോകത്തിലെ ഒരുപാട് വ്യക്തികൾ അതിന് മറുപടിയായിട്ട്, ഈ മനുഷ്യൻ്റെ ഈ വാക്കുകൾക്ക് മറുപടിയായിട്ടാണ് ഈശോ ഈ വിരുന്നിൻ്റെ ഉപമ പറഞ്ഞത്. ഒരു മനുഷ്യൻ ഒരിക്കൽ വലിയ ഒരു സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിച്ചു. പക്ഷേ സദ്യയ്ക്ക് ക്ഷണിച്ചതിന് ശേഷം സദ്യ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം വിളിക്കാൻ വേണ്ടി സേവകരെ വിടുകയും, പക്ഷെ അവരെല്ലാവരും ഓരോ ഒഴികഴിവ് പറഞ്ഞ് ഒഴിവായി പോവുകയും. എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ വിരുന്ന്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മയുടെ വിരുന്ന്, ഈ വിരുന്ന് ഈശോ തന്നെയാണ്. ഈ വിരുന്ന് ഈശോയിൽ നമുക്ക് സംലഭ്യമായ രക്ഷയും നമുക്ക് സംലഭ്യമായ സന്തോഷമൊക്കെയും. പക്ഷേ ഈശോയാകുന്ന ഈ വിരുന്നിനേക്കാൾ വിലയുള്ളതായി വേറെ പലതും നമ്മളിൽ പലർക്കും അനുഭവപ്പെടുകയും, ഈശോയാകുന്ന ഈ വലിയ ആനന്ദത്തെക്കാൾ,
ഈശോ ആകുന്ന ഈ വലിയ സന്തോഷത്തെക്കാൾ, ഈശോയാകുന്ന ഈ വലിയ വിരുന്നിനേക്കാൾ വിലപ്പെട്ടതായി ഈ ലോകത്തിൻ്റെ ചില ക്ഷണികവും നശ്വരവുമായ നേട്ടങ്ങൾ നമുക്ക് മാറുകയും, അങ്ങനെ മാറുന്നത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും നാം ഈശോയാകുന്ന ഈ വിരുന്നിനേക്കാൾ വിലപ്പെട്ടതായി ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെ കരുതി അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ഈശോയെ ആസ്വദിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, ഈശോ ആ ഉപമയുടെ പിന്നീടുള്ള ഘട്ടത്തിൽ പറയുകയാണ്, എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ക്ഷണിക്കപ്പെട്ടവരിൽ ആരും എന്ന് പറഞ്ഞാൽ ഈശോയുടെ വലിയൊരു വേദന പങ്കുവെക്കുകയും, നിങ്ങളെല്ലാവരും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ മക്കളും ഈശോയാകുന്ന ഈ വിരുന്ന് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരും ഈശോയാകുന്ന ഈ വിരുന്ന് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈശോയാകുന്ന വിരുന്നുശാലയിലേക്ക്, ഈശോയാകുന്ന വിരുന്നനുഭവത്തിലേക്ക്, ഈശോയാകുന്ന ഈ ആനന്ദത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുകയും, ദൈവവചനത്തിലൂടെ, ദൈവവചന പ്രഘോഷകരിലൂടെ, ആത്മീയ ശുശ്രൂഷകരിലൂടെ, തിരുസഭയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലൂടെ ഓരോ മനുഷ്യ വ്യക്തിയെയും ഈശോ ഈ വിരുന്നിലേക്ക്, ഈ വിരുന്നനുഭവത്തിലേക്ക് ക്ഷണിക്കുകയും. പക്ഷേ സ്നേഹമുള്ള സഹോദരരെ, നാം ആത്മശോധന ചെയ്യണം. ഈശോയാണോ അതോ ഈ ലോകത്തിലെ നശ്വരമായ നേട്ടങ്ങളാണോ നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ വലുത് എന്ന്? ഈ വിരുന്നിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ അപ്പം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രതീകം തന്നെയാണ്. ഈ അപ്പം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാനയാകുന്ന ഈ അപ്പം ഭക്ഷിക്കുവാനാണ് ഈശോയുടെ വചനം നമ്മെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദൈവരാജ്യത്തിൻ്റെ വിരുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം ഓരോ വ്യക്തിക്കും ഈശോ സംലഭ്യമാക്കിയിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് വേണ്ടി സ്വയം മുറിച്ച് നൽകുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ തന്നെ ദൈവരാജ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി അവസരമൊരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, ഈ ദൈവരാജ്യത്തിൻ്റെ വിരുന്നനുഭവം നമുക്ക് സംലഭ്യമാകത്തക്ക വിധം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയുടെ അമൂല്യത നാം ഇനിയും തിരിച്ചറിയുന്നുണ്ടോ? നമ്മെ അനശ്വരതയുടെ ഉടമകളാക്കി മാറ്റുന്ന വിശുദ്ധ കുർബാന, നമ്മെ നിത്യതയുടെ ഉടമകളാക്കി മാറ്റുന്ന വിശുദ്ധ കുർബാന, നിത്യതയോളം നമ്മെ ദൈവരാജ്യത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുന്ന വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോയുടെ കൂടെ വിരുന്നിനിരുന്ന ആ മനുഷ്യൻ പറയുന്നത്, ഈശോയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ മാത്രം പോരാ, ഈശോയെ തന്നെ ആഹാരമാക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈശോ കൂടെയായിരിക്കുമ്പോൾ മറ്റു പലതും ആഹരിക്കേണ്ടി വന്ന ആ മനുഷ്യൻ്റെ ആഗ്രഹമാണ്, എനിക്ക് ഈശോയെ തന്നെ ആഹാരമാക്കണം. സ്നേഹമുള്ള സഹോദരരെ, സ്വയം തന്നെ താൻ സ്നേഹിക്കുന്നവർക്ക് ആഹാരമാക്കി വെച്ച് വിളമ്പി മുറിച്ച് വിരുന്നാക്കി തരുന്ന ഒരു ഈശോയുടെ സ്നേഹത്തിലേക്ക് പിതാവായ ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. പിതാവായ ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ഈശോ തന്നെയായ ഈ വിരുന്നിലേക്ക് കടന്നു വരുവാനാണ്. ഈശോ തന്നെയായ വിരുന്നനുഭവത്തിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നു വരുവാനാണ്. ഈശോയെ ഇത്തരത്തിൽ അനുഭവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിസ്സാരമായി മാറുകയും. പൗലോസ് അപ്പോസ്തലൻ ഇത് സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു.
പൗലോസ് അപ്പോസ്തലൻ ഈശോയെ സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു, ഈശോയാൽ സ്വന്തമാക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ഈശോയുടെ സ്നേഹം അനുഭവിച്ച വ്യക്തിയായിരുന്നു. ആ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൈവാനുഭവത്തിൻ്റെ മൂർധന്യതയിൽ ഈശോയെ സ്വന്തമാക്കിയ അനുഭവത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? പറയുക, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ഇത് ഈശോയെ നേടുന്നതിനും ഈശോയോട് ഒന്നായി മാറുന്നതിനും വേണ്ടിയാണ്. ഇത് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അവൻ്റെ അനുഭവമാണ്. ഈശോയെ സ്വന്തമാക്കുന്നതിനും ഈശോയോട് ഒന്നായി മാറുന്നതിനും ഈശോ സ്വയം മുറിച്ചു നൽകുന്ന വിശുദ്ധ കുർബാന എന്ന അനുഭവം. ഈശോ തന്നെ സ്വയം നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഈശോ തന്നെ സ്വയം നൽകുന്നു എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയെ ഈശോ സ്വന്തമാക്കുകയും ഒരു വ്യക്തിയുടെ സ്വന്തമായി ഈശോ മാറുകയും ചെയ്യുന്നത് വിശുദ്ധ കുർബാനയിൽ. ഇത്തരത്തിൽ ഈശോയെ സ്വന്തമാക്കുന്നതിനും ഈശോയുടെ സ്വന്തമായി മാറുന്നതിനും വേണ്ടി ഈശോ ഈ വിശുദ്ധ കുർബാന നൽകുമ്പോൾ ഈശോയെ സ്വന്തമാക്കുവാൻ അപ്പസ്തോലന് സാധിക്കുകയും ഇത് ക്രിസ്തുവിനെ നേടുന്നതിന്, ഇതിനു വേണ്ടി അവൻ എന്താ ചെയ്യുന്നത്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിന് എന്താ ഇത് എന്ന് പറയുന്നത്? അവൻ എന്താ ചെയ്യുന്നത്? പൗലോസ് അപ്പസ്തോലൻ പറയുകയും ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. മാനുഷികമായ രീതിയിൽ തനിക്ക് നേട്ടമായി മാറിയേക്കാമായിരുന്ന, മാനുഷികമായ കാഴ്ചപ്പാടിൽ തനിക്ക് നേട്ടമായി മാറിയേക്കാമായിരുന്ന കാര്യങ്ങളെല്ലാം അവൻ നഷ്ടമായി കണക്കാക്കുകയും ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഞാൻ സർവവും നഷ്ടമാക്കി മാറ്റുകയും സർവവും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുകയും. ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം ഈശോയെ തന്നെ ഏറ്റവും വിലയുള്ളതായി, കൂടുതൽ വിലയുള്ളതായി പരിഗണിക്കുന്നത് കൊണ്ട് ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ ഈശോയെ സ്വന്തമാക്കുവാൻ വേണ്ടി, ഈശോയുടെ സ്വന്തമായി മാറുവാൻ വേണ്ടി സകലതും അവൻ നഷ്ടമായി പരിഗണിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ആരെല്ലാം ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, ആരെല്ലാം ഈശോയുടെ സ്വന്തമായി മാറുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ ഒരു വ്യതിയാനമുണ്ടാകുമെന്ന് അപ്പസ്തോലൻ്റെ അനുഭവം മാത്രമല്ല, തിരുസഭയുടെ ചരിത്രത്തിലെ എല്ലാ വിശുദ്ധരുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോയുമായുള്ള ഒരു അനുഭവത്തിലേക്ക്, ഈശോയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം നശ്വരമായി, ക്ഷണികമായി, നിസ്സാരമായി ജീവിതത്തിൽ മാറുകയും. ഇതാ സ്നേഹമുള്ളവരെ അവിടെയും നമ്മൾ കാണുന്നത്. ആ മനുഷ്യൻ ഈശോയുടെ സാമീപ്യവും ഈശോയുടെ സാന്നിധ്യവും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമല്ല, കൂടെ ഈ ലോകത്തിൻ്റെതായ വിരുന്നുകളും വിഭവങ്ങളും ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലാവുകയാണ്, ഈ ലോകത്തിലെ വിരുന്നുകളും ഈ ലോകത്തിൻ്റെ വിരുന്നുകളിലെ വിഭവങ്ങളും മാത്രം അനുഭവിച്ചാൽ പോരാ, പിന്നെയോ എനിക്ക് ഈശോയെ അനുഭവിക്കണം. ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ സാമീപ്യവും മാത്രം എനിക്ക് അനുഭവിച്ചാൽ പോരാ, എനിക്ക് ഈശോയെ തന്നെ ആഹരിക്കണം, എനിക്ക് ഈശോയെ തന്നെ ഭക്ഷിക്കണം, എനിക്ക് ഈശോയെ സ്വന്തമാക്കണം, എനിക്ക് ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കണം, എനിക്ക് ഈശോയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, ഈശോ എന്നെയും സ്വന്തമാക്കണം. ഈ ലോകത്തിലെ സുഖങ്ങളൊന്നും യഥാർത്ഥ സുഖങ്ങളല്ല, ഈ ലോകത്തിലെ സന്തോഷങ്ങളൊന്നും യഥാർത്ഥ സന്തോഷങ്ങളല്ല, ഈ ലോകത്തിലെ നന്മകളൊന്നും യഥാർത്ഥ നന്മയല്ല. നിലനിൽക്കുന്ന നന്മയെന്ന് പറയുന്നത് ഈശോയിൽ ആയിരിക്കുക എന്നുള്ളത്. യഥാർത്ഥ സുഖമെന്ന് പറയുന്നത് ഈശോയെ അനുഭവിക്കുക എന്നുള്ളത്. യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് ഈശോയെ ആസ്വദിക്കുക എന്നുള്ളത്. യഥാർത്ഥമായ ദൈവരാജ്യ അനുഭവമെന്ന് പറയുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈശോയിൽ ആയിരിക്കുക എന്നുള്ളത്, ഈശോയെ അനുഭവിക്കുക എന്നുള്ളത്.
അതിനു വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ ഒരു വ്യക്തി തയ്യാറാകുന്ന സമയമാണ്. ഈശോയെ അനുഭവിക്കുവാൻ വേണ്ടി, ഈശോയെ ആസ്വദിക്കുവാൻ വേണ്ടി, ഈശോയെ സ്വന്തമാക്കുവാൻ വേണ്ടി, ഈശോയുടെ സ്വന്തമാകുവാൻ വേണ്ടി, ഈശോയിൽ ആയിരിക്കുവാൻ വേണ്ടി എന്തും നഷ്ടമാക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകുന്ന ദൈവാനുഭവത്തിൻ്റെ തലം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ എവിടെയൊക്കെ ആയിരുന്നാലും, ഈ ലോകത്തിൽ ഏതെല്ലാം വലിയ വ്യക്തികളുടെ ഇടയിലായിരുന്നാലും, ഈ ലോകത്തിൽ ആരുടെയൊക്കെ കൂടെയായിരുന്നാലും, ഈ ലോകത്തിൽ ഏതെല്ലാം നന്മകളിലൂടെ കടന്നു പോയാലും അതൊന്നും എനിക്ക് യഥാർത്ഥമായ നിലനിൽക്കുന്ന ആനന്ദമോ സന്തോഷമോ പ്രദാനം ചെയ്യുന്നില്ല എന്ന് ഈ സംഭവത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ടാണ് ഈശോയെ അനുഭവിച്ച ആ മനുഷ്യൻ ആരാ? പൗലോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, സാവൂൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈശോയുടെ സ്നേഹം ഒരു വേള അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം, ഈ ലോകത്തിൽ നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന കാര്യങ്ങളെല്ലാം അവൻ വെറുതെ ഉച്ഛിഷ്ടം പോലെ തൊട്ടു നോക്കാൻ പോലും തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയായി തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുകയും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമായത്, ഈ ലോകത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമായത് എന്ന് പറഞ്ഞാൽ, ഈശോയെ ഞാൻ എന്തുമാത്രം വിലമതിക്കുന്നുണ്ട്? വിലമതിക്കാനാവാത്ത വിധം വിലയുള്ളതായി എൻ്റെ ജീവിതത്തിൽ ഈശോയെ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? വിലമതിക്കാനാവാത്ത വിധം ആസ്വാദ്യതയുള്ള, ആനന്ദം നൽകുന്ന ഒരു വ്യക്തിയായി ഞാൻ ഈശോയെ അനുഭവിക്കുന്നുണ്ടോ? ആ ഈശോയെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ത്യാഗങ്ങളും വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്? എന്തെല്ലാം ഈ ലോകത്തിൻ്റെ ക്ഷണികമായ നശ്വരമായ നന്മകളെ നഷ്ടപ്പെടുത്തുവാൻ എന്തുമാത്രം തയ്യാറാകുന്നുണ്ട്? ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈശോയാണ് എന്നുള്ള സത്യം, നഷ്ടപ്പെടുന്നത് ദൈവരാജ്യമാണ് എന്നുള്ള സത്യം നാം എന്തുമാത്രം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സ്നേഹമുള്ള സഹോദരരെ, ഇവിടെ നാം ആത്മശോധന ചെയ്യണം. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും വിചാരിക്കാത്ത നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുട്ടടി പോലെ പല സഹനങ്ങളും പല നഷ്ടങ്ങളും കടന്നു വരാറുണ്ട്. നാം മുറുകെ പിടിച്ചിരുന്നതും നാം പ്രത്യാശ വെച്ചിരുന്നതും നാം വിലമതിച്ചിരുന്നതുമായ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ഉറപ്പില്ലാത്ത വിധം അന്തസാര ശൂന്യമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ വിലയില്ലാതായി മാറുന്ന മറിമായങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നുണ്ട്. നാം മുറുകെ പിടിച്ചിരുന്ന ബന്ധങ്ങളൊക്കെ നമ്മുടെ കെണികളായി നമുക്ക് മാറുന്ന അവസ്ഥകൾ, നാം വിലമതിച്ചിരുന്ന സമ്പത്തൊക്കെ വെറും വസ്തുക്കളായി മാറുന്ന, വെറും ഉച്ഛിഷ്ടങ്ങളായി മാറുന്ന, ശല്യങ്ങളായി മാറുന്ന, ബുദ്ധിമുട്ടുകളായി മാറുന്ന, പ്രാരാബ്ദങ്ങളായി മാറുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാമൊക്കെ വിലമതിച്ചിരുന്നതും നാമൊക്കെ വിലപിടിപ്പുള്ളതായി കരുതിയിരുന്നതൊക്കെ തിരിച്ചടിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ മറക്കരുത്, ഒരിക്കലും തിരിച്ചടിക്കാത്ത, ഒരിക്കലും തിരിഞ്ഞുകൊത്താത്ത, ഒരിക്കലും തിരസ്കരിക്കാത്ത, ഒരിക്കലും നമ്മെ നഷ്ടപ്പെടുത്താത്ത, എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനായ, എപ്പോഴും നമ്മെ രക്ഷിക്കുന്നവനായ, എപ്പോഴും നമ്മെ സഹായിക്കുന്നവനായ ഒരൊറ്റ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലുള്ളൂ, ഒരൊറ്റ സംഗതിയെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് ദൈവരാജ്യം തന്നെയായ ഈശോയ. ഇന്ന് വരെ ഈശോയെ കൂട്ടുപിടിച്ച് ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെ ഈശോയുടെ പ്രാർത്ഥിച്ചവരിൽ ആരും നശിച്ചു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സ്നേഹമുള്ള സഹോദരരെ, ദൈവത്തിൽ ആശ്രയിച്ചവരെല്ലാം ദൈവത്തിൻ്റെ കരുണ കണ്ട് വിസ്മയിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ വലിയ സഹനങ്ങളുടെ മുമ്പിൽ എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിഷമിച്ച് വേദനിച്ച് ഈശോയെ ആശ്രയിച്ചവരെയെല്ലാം ഈശോ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന രീതികളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച
ഒരുപാട് വ്യക്തികളുടെ ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ അറിയാം. എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപിടി ഉദാഹരണങ്ങൾ. എങ്ങനെ സംഭവിക്കും, എങ്ങനെ സാധിക്കും, എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിച്ച, ഇങ്ങനെയൊക്കെ എന്നും ആയിരിക്കുമെന്ന് ചിന്തിച്ച ഒരുപാട് വ്യക്തികൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പഴയ നിയമത്തിൽ മരുഭൂമിയുടെ നടുവിൽ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കിയ അതേ ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുകയും ആരെല്ലാം ആ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നുവോ, ആരെല്ലാം ആ ഈശോയോട് പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഈശോയെ ജീവിതത്തിൽ വിലയുള്ളവനായി തിരിച്ചറിയുക. ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തിൽ വേദനകളും ത്യാഗങ്ങളും ഏറ്റെടുക്കുക. ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി, ഈശോയെ അനുഭവിക്കുവാൻ വേണ്ടി, ഈശോയെ സ്നേഹിക്കുവാൻ വേണ്ടി, ഈശോയുടേതായി മാറുവാൻ വേണ്ടി വേദനകളും ത്യാഗങ്ങളും നീ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായ കൊച്ചു കൊച്ചു നേട്ടങ്ങളായിരിക്കാം നീ നഷ്ടപ്പെടുത്തുന്നത്. ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു സുഖങ്ങളായിരിക്കാം നീ നഷ്ടപ്പെടുത്തുന്നത്. ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു നന്മകളായിരിക്കാം നീ നഷ്ടപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ കണ്ണിലും കാഴ്ചപ്പാടിലും വിലപ്പെട്ടതായിരിക്കാം. പക്ഷേ വിലമതിക്കാനാവാത്ത ഈശോയ്ക്ക് വേണ്ടി, വിലമതിക്കാനാവാത്ത നന്മയായ ഈശോയെ സ്വന്തമാക്കുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടി നീ ഈ ലോകത്തിൻ്റെ വേദനകൾ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ വലിയ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വലിയ ദൈവരാജ്യ അനുഭവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവരാജ്യത്തിൻ്റെ വലിയ ആനന്ദം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് ദൈവം നിന്നെ സ്വന്തമാക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വിരുന്നനുഭവത്തിലേക്ക് ദൈവം നിന്നെ സ്വാംശീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വലിയ വിരുന്നനുഭവത്തിൻ്റെ ആനന്ദം സ്വന്തമാക്കണമെന്ന ആഗ്രഹം പോലും നമുക്കുണ്ടാകുന്നത് നാം ഈശോയുടെ സാമീപ്യത്തിലേക്കും സാന്നിധ്യത്തിലേക്കും കടന്നു വരുമ്പോഴാണ്. ഈശോയുടെ സാമീപ്യത്തിലേക്കും സാന്നിധ്യത്തിലേക്കും നാം കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെയായിരിക്കുന്ന, നാം ആസ്വദിക്കുന്ന, നാം അനുഭവിക്കുന്ന നന്മകൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ വെറും നിസ്സാരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് പുതിയ ബോധ്യങ്ങൾ, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ. എൻ്റെ ഈശോയാണ് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ നന്മ. ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഞാൻ ആസ്വദിച്ച ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊന്നും യഥാർത്ഥ സുഖങ്ങളായിരുന്നില്ല. ഇന്ന് വരെയും ഈ നിമിഷം വരെ ഞാൻ വിലമതിച്ചിരുന്ന സമ്പത്തുകളൊന്നും, ഈ ലോകത്തിൻ്റെ സമ്പത്തുകളൊന്നും യഥാർത്ഥ സമ്പന്നതയായിരുന്നില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ ആസ്വദിച്ചിരുന്ന ഈ ലോകത്തിൻ്റെ നന്മകളൊന്നും യഥാർത്ഥ നന്മയായിരുന്നില്ല. യഥാർത്ഥ സുഖം, യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ നന്മ അത് ഈശോ തന്നെയാണ്. ഈശോയെ എനിക്ക് സ്വന്തമാക്കണം, ഈശോയുടെ സ്വന്തമായി എനിക്ക് മാറണം. എനിക്ക് ഈശോയാകുന്ന ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഈ ഒരു അനുഭവത്തോടുകൂടി, ഈ ഒരു ആഗ്രഹത്തോടുകൂടി ഞാൻ ഈശോയാകുന്ന, വിശുദ്ധ കുർബാനയാകുന്ന ദൈവരാജ്യത്തെ സമീപിക്കുമ്പോൾ, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ഈശോയെ സ്വന്തമാക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോൾ ദൈവം എൻ്റെ സ്വന്തമാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു. ഞാൻ ദൈവരാജ്യത്തിൽ ആകുന്നു. ഈ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.